ഇന്നൊരു കുട്ടി കഥ പറയാട്ടോ. നമുക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ നൽകിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കണം. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഭഗവാൻ നൽകുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. ഒരു സന്യാസി ഉണ്ടായിരുന്നു, പാവപ്പെട്ട സന്യാസിയാണ് അദ്ദേഹം. ഒരു കൃഷ്ണഭക്തൻ കൂടിയാണ്. ഭിക്ഷയൊക്കെ യാചിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അപ്പം ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം നടന്നു പോകുന്ന വഴിക്ക് നദിക്കരയിൽ നിന്ന് ഒരു സ്വർണ്ണ കിഴി കിട്ടിയിട്ടു. നിറയെ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയിട്ടുള്ള കിഴി കിട്ടി. അങ്ങനെ ഈ സന്യാസിക്ക് വലിയ സന്തോഷമായി. അതും കൊണ്ട് നടക്കുന്ന സമയത്താണ് ഒരു യാചകൻ, നല്ല പ്രായമേറിയിട്ടുള്ള യാചകനാണ് കേട്ടോ, മുന്നിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ വിശപ്പടക്കാനായിട്ട് ഭക്ഷണമായിട്ടോ പണമായിട്ടോ എന്തെങ്കിലും ഒന്ന് നൽകുമെന്ന് സന്യാസിയുടെ അടുത്ത് ചോദിച്ചു. സന്യാസി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. പിന്നെയും മുന്നോട്ട് നടക്കുക. അപ്പോൾ മുന്നിലുണ്ടോ വഴിയിലെ ഒരു രത്നം കിടക്കണു, നല്ല തിളങ്ങുന്ന രത്നം. അപ്പോൾ പിന്നെയും സന്തോഷമായിട്ടോ, കാരണം രാവിലെ സ്വർണം കിട്ടി, ഇപ്പോഴത്തെ രത്നം കിടക്കണു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അതും തനിക്ക് സ്വന്തമാക്കണം എന്ന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. ഈ കിഴി അവിടെ താഴെ വെച്ചിട്ട് കുമ്പിട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കള്ളൻ വന്നിട്ട് ഈ സ്വർണത്തിൻ്റെ കിഴി മോഷ്ടിച്ചാൽ കൊണ്ടുപോയി. അപ്പോൾ ഈ കള്ളനാണെങ്കിലോ ഈ സന്യാസിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തിളങ്ങുന്ന ഒരു ഗ്ലാസിൻ്റെ കഷ്ണം അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതാണ് തെറ്റിദ്ധരിച്ചത് വജ്രമാണെന്ന് ഈ സന്യാസി വിചാരിച്ചത്. അപ്പോൾ സ്വർണവും പോയി, കിട്ടാനും വിചാരിച്ച വജ്രമാണെന്ന് തെറ്റിദ്ധരിച്ചതും പോയി. അങ്ങനെ പിന്നെയും സങ്കടപ്പെട്ട് പോകുന്ന വഴിക്ക് ഭഗവാൻ ഇതെല്ലാം കാണണ്ടല്ലോ, എല്ലാം പരീക്ഷണങ്ങളാണ് ഭഗവാന്റെ. ഒരു സാധു മനുഷ്യന്റെ രൂപത്തിൽ ഭഗവാൻ വന്നു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒരു നാണയം ഈ സന്യാസിയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അങ്ങോട്ട് അപ്രത്യക്ഷമായി പോയി. സന്യാസി ആണെങ്കിലോ ഇതെന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ നാണയം കൊണ്ട് തനിക്ക് ഒന്നും വാങ്ങാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു മത്സ്യ വിൽപ്പനക്കാരൻ, ഇപ്പൊ പിടിച്ചു കൊണ്ടുപോകുന്ന മത്സ്യങ്ങൾ 2-3 എണ്ണം ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. അങ്ങനെ നിൽക്കണ കണ്ടു. അപ്പം ഇതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ഈ മത്സ്യങ്ങളെ വാങ്ങിക്കാം. അപ്പോൾ ചങ്ങാതി ഈ നാണയം എടുത്തിട്ട് ആ മത്സ്യങ്ങളെ ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മത്സ്യങ്ങളെയും കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തി ഒരു കുടത്തിൽ നിക്ഷേപിച്ചു. ഇനി ഇവരെ ഞാൻ നാളെ പോയിട്ട് നദിയിൽ തുറന്നു വിടാം, അവർ രക്ഷപ്പെട്ടോട്ടെ, അവരെ സ്വതന്ത്രരാക്കാമെന്ന് സന്യാസി വിചാരിച്ചു. പിറ്റേ ദിവസം നദിക്കരയിലെ ഈ മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ട് തുറന്നു വിട്ടു. അതിശയം എന്ന് പറയട്ടെ, ആ മത്സ്യങ്ങൾ തുറന്നു വിട്ട സ്ഥലത്ത് അവിടെ 3 രത്നങ്ങൾ കിടക്കണു. അപ്പം ഇതെന്താണ്, എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സന്യാസിക്ക് മനസ്സിലായില്ല കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണേ. അപ്പോൾ സന്യാസി വേഗം ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മത്സ്യങ്ങൾ അബദ്ധവശാലെ വിഴുങ്ങിയതായിരുന്നു ഈ രത്നങ്ങൾ. അങ്ങ് ഇവരെ മോചിപ്പിച്ചില്ലേ, സ്വതന്ത്രരാക്കിയില്ലേ, അപ്പോൾ ആ ഒരു സന്തോഷത്തിന് പാരിതോഷികമായിട്ട് അങ്ങേക്ക് നൽകിയതാണ് അവർ ഈ രത്നങ്ങൾ, ഇത് അങ്ങയുടേതാണ്, അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു, അങ്ങേക്ക് സ്വർണ്ണക്കിഴിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ യാചകനെ അങ്ങ് സഹായിച്ചില്ല. അതുകൊണ്ടാണ് ഒരു കള്ളന്റെ രൂപത്തിലെത്തിയിട്ട് ആ ഒരു സ്വർണ്ണക്കിഴി അങ്ങേക്ക് നഷ്ടമായത്. ഒരിക്കലും അത്യാഗ്രഹം പാടില്ല. നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇല്ലാത്തവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് കുറേശ്ശെ ആയിട്ട് നൽകണം. അങ്ങനെ നൽകി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഭഗവാൻ നൽകുക.